സംഘടനാ വീക്ഷണ വ്യത്യാസങ്ങൾ മറന്ന് സമുദായത്തിന്റെ ഉന്നമനത്തിനുവേണ്ടി ഒന്നിക്കൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ബിനാസ് പറഞ്ഞു. ഇസ്സത്താണ് ഇസ്ലാം, വീണ്ടെടുപ്പാണ് റമദാൻ എന്ന തലക്കെട്ടിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുവനേതൃത്വങ്ങൾക്കായി സോളിഡാരിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈരാറ്റുപേട്ട അൽ മനാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അർഷദ് പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് യാസിർ പുള്ളോലി സ്വാഗതം പറഞ്ഞു. അമീൻ പിട്ടയിൽ, മുഹമ്മദ് ഷിയാസ്, അഫ്സൽ ഇജാസ്, ത്വൽഹ നദ്വി, റാസിഖ് റഹീം, ഫസിൽ ഫരീദ്, നാസിഖ് നജാത്ത്, അബ്ദുൽ ഹാദി, ഹാഷിം, നിയാസ് മൗലയി, എം നിയാസ്, ഹാഫിസ് സാലിമുൽ ഹാദി, ഹസീബ് വെളിയത്ത്, യൂസുഫ് ഹിബ, സത്താർ ഡിവൈൻ, യാസിർ ഇഞ്ചക്കാട്, ബിലാൽ മൗലവി, പി കെ അൻസർ പുള്ളോലിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അബ്ദുൽ ബാസിദ് നദ്വി ഖിറാഅത്ത് നടത്തി. സോളിഡാരിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി റാസിഖ് റഷീദ് നന്ദി പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചാണ് പടച്ചവൻ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ നമ്മളൊക്കെയും ഏതൊക്കെയോ തുരുത്തുകളിൽ ഇങ്ങനെ നമ്മുടേതായ ഇടങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് എന്നതിനപ്പുറം ചില കൂടിയിരുത്തങ്ങൾ, ചില പങ്കുവെക്കലുകൾ, ചില ആശങ്കപ്പെടലുകൾ, ഇതൊക്കെയും കുറച്ചുകൂടി നമ്മുടെയൊക്കെ പാത സുഗമമാക്കുന്നതിന് അടുത്ത ഒരു തലമുറ നമ്മുടെ നാട്ടില് കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ച് ദീനിന്റെ പ്രതലത്തെ കുറച്ചുകൂടി വിശാലമാക്കി അത് സമൂഹത്തിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഘമായിട്ടൊക്കെ മാറുക, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു എളിയ കുടിയിരുത്തത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. നമ്മളെല്ലാവരും വ്യത്യസ്ത സ്പേസിലായിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ആശയവും നമ്മുടേതായ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പോലെ തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ എൻ്റെ അഭിപ്രായം അത് ശരിയാവാൻ സാധ്യതയുള്ള തെറ്റായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം അത് ദേശങ്ങളിൽ പല രൂപത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പങ്കെടുത്ത ഒരു ഇഫ്താർ, അല്ലെങ്കിൽ സോളിഡാരിറ്റിയുടെ ഇനിഷ്യേറ്റീവിൽ നടക്കാറുള്ള ഒരു ഇഫ്താറുണ്ട്. റാസിഖ് സാഹിബിനൊക്കെ അറിയാവുന്ന ഒരു ഇഫ്താർ. ആ ഇഫ്താറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി UAPA തടവുകാരായി, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കാറുള്ളത് സാധാരണ. UAPA തടവുകാരായി ജയിലിൽ കഴിയുന്ന അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇഫ്താർ എല്ലാ വർഷവും കണ്ണൂർ വെച്ച് സംഘടിപ്പിക്കാറുണ്ട്. അത്തരമൊരു ഇഫ്താർ കഴിഞ്ഞ ദിവസം നടക്കേണ്ടായി. ആ ഉമ്മമാരുടെയും അവിടെ കൂടിയ സഹോദരങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തകരും അതിൻ്റെ ഒപ്പമുള്ള ആളുകളും എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയുള്ളത് തന്നെ. പക്ഷെ എന്നാൽ സോളിഡാരിറ്റി ഓരോ ഇഫ്താർ നടത്തുന്നതിൻ്റെ പിന്നിലും ഓരോരോ ലക്ഷ്യങ്ങൾ സോളിഡാരിറ്റി അതോടൊപ്പം ചേർത്ത് വെക്കാറുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സോളിഡാരിറ്റി ഒരു ഇഫ്താർ സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത സമുദായങ്ങൾ, ആ സമുദായങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടെ ലീഡേഴ്സായിട്ട് ഒരു ഇഫ്താർ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നലെ ഇഫ്താർ എറണാകുളത്ത് നടന്നു. ആ ഇഫ്താറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ എങ്ങനെയാണോ ന്യൂനപക്ഷമായിട്ടുള്ളത് അതേപോലെ തന്നെ ന്യൂനപക്ഷ ശൈലിയിലുള്ള എന്നാൽ ഇസ്ലാമോഫോബിയയെ അഡ്രസ്സ് ചെയ്യുന്നു ഒരു പറ്റം ആളുകളാണ് ആ ഇഫ്താറിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചെടുക്കുന്നത്. എന്ന് മാത്രമല്ല വലിയ സന്തോഷം നൽകുന്ന കാര്യം അവിടെ വന്നൊരു അപ്ഡേഷൻ, കഴിഞ്ഞൊരു വർഷം 2025 ഇസ്ലാമോഫോബിയയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തവർ പരിശോധിച്ചപ്പോൾ അതിനുവേണ്ടി മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടൊരു വിങ് മുസ്ലിങ്ങളല്ലാത്ത മറ്റിതര മതസ്ഥരിൽ നിന്നുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. അവർ പഠിച്ചിട്ട് 400-ലധികം സ്റ്റേറ്റ്മെന്റാണ് ഒരു വർഷം ഇസ്ലാമോഫോബിക്കായിട്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിട്ട് വന്നതെന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിട്ട്
അത് വ്യത്യസ്തരായ രാഷ്ട്രീയ മത സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്, അതേപോലെ തന്നെ വ്യത്യസ്തരായിട്ടുള്ള ഓൺലൈൻ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന്, ഇങ്ങനെ പല മേഖലയിൽ നിന്ന് നിൽക്കുന്ന ആളുകളുടെ 2025 ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളും വായനകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 400-ലധികം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി എന്നുള്ളത്, കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതല്ല കേരള സ്റ്റോറി എന്ന് പറയുമ്പോഴും കേരള സ്റ്റോറിയുടെ മറുവശമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിനേന എന്നോണം 400 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു ദിവസം 1.25 എന്നൊക്കെ പറയാവുന്ന അളവിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുഹൃത്ത് പങ്കുവച്ചത് ഇറാനിലാണ് യുദ്ധം. ഇറാൻ അടിച്ചത് GCC രാഷ്ട്രങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയിലും. പക്ഷേ കിടക്കപ്പുറത്തില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ് എന്നുള്ളത്. കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കാണ് ഇവിടെ ഇറാനിൽ യുദ്ധം ഉണ്ടായാലും ഇവിടെ സ്വൈര്യജീവിതം നയിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മീഡിയാസിൽ വരുന്ന കമൻറ്റ്, ഞങ്ങൾ നേരത്തെ സംസാരിച്ചൊരു സംഗതി, മീഡിയാസിൽ വരുന്ന കമൻറ്റ് ഇപ്പോൾ ഏത് വാർത്താ ചാനൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ യൂട്യൂബിൽ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ, ഈ കമൻറ്റ് മുഴുവനും കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു 80% കമൻറ്റ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ ചീത്ത വിളിക്കുന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ തെറി പറയുന്ന രൂപത്തിൽ ഇവരെന്തോ ഇവിടെയൊക്കെ എന്തോ ഒരു പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇത്തരം സന്ദർഭത്തിലാണ് സോളിഡാരിറ്റി മറ്റു രൂപത്തിലുള്ള സൗഹൃദ ഇഫ്താറുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ